നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും, എപ്പോൾ എത്തുമോ എന്തോ, ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ. പിറ്റേന്ന് വിചാരിക്കും, ഓ ഇനി ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് ആയെന്ന്. പക്ഷേ തിരിച്ചു പോകുമ്പോഴാണ് എല്ലാവർക്കും ഒരു സങ്കടം. അത്രയും ദിവസം വീട്ടിൽ ആരോഗ്യം ഉണ്ടായിരുന്നത് പോലെ തോന്നും. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ അച്ഛൻ തിരിച്ചു പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രാജധാനിയിലായതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചേട്ടൻ്റെ അച്ഛൻ അധികം ഇഷ്ടപ്പെടില്ല കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് ഒന്നും അങ്ങനെ കഴിച്ചുള്ള ശീലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ രാവിലത്തേക്ക് വേണ്ടി മാത്രം കുറച്ച് ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും മുളക് പൊടിയും ജീരകവും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇടാം. കറിവേപ്പില അങ്ങനെ വേണമെന്നില്ല, വേണമെങ്കിൽ ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും 2-3 ദിവസം ഇരിക്കണമെങ്കിൽ കറിവേപ്പില വേണ്ട കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ, അതായത് ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറുന്നത് വരെ നന്നായിട്ടൊക്കെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി ഒരാഴ്ചയിൽ കൂടുതൽ ഇടിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി, ഇഡ്ഡലി നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പാവം പോവാനിരിക്കുമ്പോൾ തനിക്കുട്ടിയെ കാണുമ്പോഴാണ് എനിക്ക് സങ്കടമാവുന്നത് കേട്ടോ. അവൾക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ. കാത്തൂട്ടിക്ക് പിന്നെ അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൾ ചെന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. ഇത് രാത്രി 12:30 ഇവിടെ നിന്ന് ട്രെയിനാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 11:45-12 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അത്രയും നേരം വരെ അവളും ഉറങ്ങാതെ നോക്കിയിരിക്കും. പാവം എനിക്കിത് കാണുമ്പോഴാണ് എന്തോ പോലെ തോന്നുന്നത്. ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നാണ് രാജധാനിക്ക് പോകുന്നത്. അപ്പോൾ ട്രെയിൻ മാറി കയറാനായിട്ട് വലുതായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് പിന്നെ ചേട്ടനും കൂടെ പോയി ട്രെയിന് കയറ്റി വിട്ടിട്ട് തിരിച്ചു വരും.